നമസ്കാരം. ഇന്നത്തെ ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ടെർമിനേഷൻ എന്ന ഭാഗത്തെക്കുറിച്ച്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. പെർഫെക്റ്റായി ടെർമിനേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മളുടെ നെറ്റ്വർക്കിൻ്റെ ഡാറ്റ ട്രാൻസ്ഫറിനെ കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ഘട്ടവും കൂടെയാണ് ഈ ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ നെറ്റ്വർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗം. ഇന്ന് ഇത് കൃത്യമായി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റുകളിലൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിളാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ടെർമിനേഷൻ, എന്തൊക്കെയാണ് ഈ ടെർമിനേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, അതുപോലെ ഇതിൻ്റെ ടൂൾസുകൾ എന്തൊക്കെയാണ്, ഒരു ടെർമിനേഷൻ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾ. ഇനി ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കണ്ടൻസുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ ടെർമിനേഷൻ? ദെൻ മെത്തേഡ്സ് ഓഫ് ടെർമിനേഷൻ. There are two types of methods. The first one is termination with connectors and then splicing. Again, there are two types of splicing: mechanical splicing and fusion splicing. Next, tools used for termination. Then steps of termination. Then last, effects of improper termination. ഓക്കെ, നമുക്ക് എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ ടെർമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കാണ്. നമ്മൾ പലതരത്തിലുള്ള നെറ്റ്വർക്കുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. FTTH, FTTB തുടങ്ങിയ FTTX നെറ്റ്വർക്കുകളെ കുറിച്ച്. ഇവിടെ ഒരു FTTH നെറ്റ്വർക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടതുഭാഗത്തായി ഒരു എക്സ്ചേഞ്ച് കാണാം. ഒപ്റ്റിക്കൽ ലൈൻ ടെർമിനൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വലതുഭാഗത്ത് ക്യാമ്പസുകൾ, വീടുകൾ, ഓഫീസുകൾ തുടങ്ങി ഒട്ടേറെ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് ടെർമിനൽസ് കാണാം, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് യൂണിറ്റ് എന്നും അറിയുന്നു. അതായത് ഇടതുഭാഗത്ത് സർവീസ് പ്രൊവൈഡേഴ്സ് എൻഡാണ്, എന്നാൽ വലതുഭാഗത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് പ്രിമൈസസുമാണ്. ഇവിടെ എക്സ്ചേഞ്ചിൽ നിന്നും ONTയിലേക്ക്, അതായത് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് ടെർമിനലുകളിലേക്കും തിരിച്ചും ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഫൈബർ വഴിയാണ്. ആ ഫൈബറാണ് നമുക്ക് ഇതിനിടയിൽ കാണുന്നത്. അതായത് ഇവിടെ ട്രാൻസ്മിഷൻ മീഡിയ ഫൈബറാണ് എന്നർത്ഥം. OLTയിൽ നിന്നുള്ള മെയിൻ ഫൈബർ സ്പ്ലിറ്റർ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തതായിട്ടും ഇവിടെ കാണാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഫൈബർ കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ ബെയർ ഫൈബറുകൾ നേരിട്ട് എക്സ്ചേഞ്ചിലേക്കോ അല്ലെങ്കിൽ സ്പ്ലിറ്ററുകളിലേക്കോ ONTകളിലേക്കോ ഒന്നും കണക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോഴെന്തായിരിക്കും ഇവിടെ ചെയ്തിട്ടുണ്ടാവുക? എന്തായിരിക്കും അതിനൊരു പരിഹാരം? ഒരു കണക്ടർ ഫൈബറിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നമുക്ക് എക്സ്ചേഞ്ചുകളിലും ONTകളിലുമൊക്കെ ആയിട്ട് സ്വിച്ചസ് ഉണ്ടാവാം, മീഡിയ കൺവേർട്ടേഴ്സ്, ടെർമിനേഷൻ ബോക്സ്, മോഡം തുടങ്ങിയ ഒരുപാട് ഡിവൈസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡിവൈസുകളിലേക്ക് കണക്റ്റ് ചെയ്യുന്നതിന് ബെയർ ഫൈബറിൽ ഒരു കണക്ടർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു ഫൈബറിലേക്ക് കണക്ടേഴ്സ് ആഡ് ചെയ്യുന്നതിനെയാണ് ടെർമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന എക്സ്ചേഞ്ച്, ടെർമിനേഷൻ ബോക്സ്, സ്പ്ലിറ്റേഴ്സ്, ഇവിടെയെല്ലാം ഇത്തരത്തിൽ വ്യത്യസ്ത കണക്ടറുകൾ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടെർമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് പിക്റ്റൈൽ കണക്റ്റ് ചെയ്തും ക്രോസ് നെറ്റ്വർക്ക് സ്ഥാപിക്കാൻ കഴിയും.
അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ നടത്താം. അത്തരം സന്ദർഭങ്ങളിൽ പിഗ്ടെയിലിൻ്റെ ഒരു എൻഡ് ബെയർ ഫൈബറുമായി സ്പ്ലൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്പ്ലൈസിങ്ങും ഒരു ടെർമിനേഷൻ മെത്തേഡാണ്. അപ്പോൾ ടെർമിനേഷൻ ഇങ്ങനെ ചുരുക്കി പറയാം നമുക്ക്. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ ക്രോസ് നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിനായി 2 ബെയർ ഫൈബറുകൾ സ്പ്ലൈസ് ചെയ്യുകയോ കണക്ടർ ആഡ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. So, fiber optic cable termination refers to the physical termination of a fiber optic cable into one of many types of connectors. അതായത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുമായി ഏതെങ്കിലും ഒരു കണക്ടർ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടെർമിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒന്നുകിൽ നമുക്ക് കണക്ടർ നേരിട്ട് ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിഗ്ടെയിൽസ്, ഫാൻ ഔട്ട് കിറ്റ്സ്, ബ്രേക്ക് ഔട്ട് കിറ്റ്സ് തുടങ്ങിയവയും ഉപയോഗിച്ച് ടെർമിനേറ്റ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് ടെർമിനേഷൻ. There are 2 methods used for optical fiber termination. First one is using connectors. കണക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെർമിനേഷൻ, അതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇതൊരു ടെമ്പററി ജോയിനിങ് ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കണക്ട് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യാം. ഇത് 2 ടൈപ്സ് ഉണ്ട്. കണക്ടർ ടെർമിനേഷൻ 2 തരത്തിലുണ്ട്. ഒന്നാമത്തേത് ക്വിക്ക് ടെർമിനേഷൻ കണക്ടേഴ്സ്, രണ്ടാമത്തേത് ഫാക്ടറി മെയ്ഡ് കണക്ടേഴ്സ്. ഈ ക്വിക്ക് ടെർമിനേഷൻ കണക്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീൽഡിൽ വെച്ച് അതല്ലെങ്കിൽ സ്പോട്ടിൽ, നമുക്ക് ആവശ്യമുള്ള സ്പോട്ടിൽ വെച്ചിട്ട് കണക്ടറുകൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്വിക്ക് ടെർമിനേഷൻ കണക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ മൾട്ടി മോഡ് ഫൈബറും അതുപോലെ സിംഗിൾ മോഡ് ഫൈബറും നമുക്ക് ഇത്തരത്തിൽ ചെയ്യാം. പക്ഷേ സാധാരണയായി മൾട്ടി മോഡ് ഫൈബറാണ് ക്വിക്ക് ടെർമിനേഷൻ കണക്ടറുകൾ പിടിപ്പിക്കുന്നത്. അതിന് കാരണം സിംഗിൾ മോഡ് ഫൈബറുകൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സിംഗിൾ മോഡ് ഫൈബറിൽ ക്വിക്ക് ടെർമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കണക്ടറുകൾ പിടിപ്പിച്ചാൽ അതിൽ മിനിമം 1 dB എങ്കിലും ലോസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ ക്വിക്ക് ടെർമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഫാക്ടറി മെയ്ഡ് കണക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫാക്ടറി മെയ്ഡ് കണക്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാക്ടറികളിൽ വെച്ച് പോളിഷിംഗ് മെറ്റീരിയലും പോളിഷിംഗ് മെഷീനും ഒക്കെ ഉപയോഗിച്ച് വളരെ കൃത്യതയോടെ കണക്ടറുകൾ ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ കണ്ടിട്ടുള്ള പിഗ്ടെയിൽ, അതുപോലെ ഫാൻ ഔട്ട് കിറ്റ്, ബ്രേക്ക് ഔട്ട് കിറ്റ്, ഇതൊക്കെ ഫാക്ടറികളിൽ വെച്ച് ഇത്തരം മെഷീൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന കണക്ടേഴ്സാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് സ്പ്ലൈസിങ്. 2 തരത്തിലുള്ള സ്പ്ലൈസിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് മെക്കാനിക്കൽ സ്പ്ലൈസിങ്, അതുപോലെ ഫ്യൂഷൻ സ്പ്ലൈസിങ്. Now we can go to the first method, that is fiber optic termination with connectors. This method is used when the equipments are to be connected and disconnected many times without affecting the optical performance of the fiber circuit. ഈ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏത് ഡിവൈസിലേക്കാണോ അല്ലെങ്കിൽ ഏത് എക്യുപ്മെൻറ്റിലേക്കാണോ നമ്മൾ കണക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള കണക്ടറുകൾ ആദ്യം സെലക്ട് ചെയ്യണം. ഇന്ന് മാർക്കറ്റിൽ വിവിധ തരത്തിലുള്ള കണക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. SC, ST, FC, LC തുടങ്ങിയ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒട്ടേറെ കണക്ടേഴ്സ്
ഓരോ കണക്ടറും വ്യത്യസ്ത ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏത് ഡിവൈസിലേക്കാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള കണക്ടറുകൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്യും. ഇനി ഈ ടെർമിനേഷൻ മെത്തേഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കെവിലാർ സിസർ, സ്ട്രിപ്പർ, ക്ലീവർ, ബഫർ ട്യൂബ് റിമൂവർ, IPS സൊല്യൂഷൻ, ടിഷ്യൂ പേപ്പർ, മാർക്കിംഗ് പെൻ, പിക്ടെയിൽ, കണക്ടർ അസംബ്ലി. ഒരു SC കണക്ടറിൻ്റെ കണക്ടർ അസംബ്ലി സെറ്റാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അതിൻ്റെ വലത് ഭാഗത്തായി ഈ അസംബ്ലിയിലെ ഓരോ ഭാഗങ്ങളും മാർക്ക് ചെയ്തതായി കാണാൻ പറ്റും. ബൂട്ട്, ക്രിമ്പ് ഐലറ്റ്, കണക്ടർ സബ് അസംബ്ലി, കണക്ടർ ഹൗസിംഗ് ആൻഡ് ഡസ്റ്റ് ക്യാപ്പ്. ഇത്രയുമാണ് ഈ കണക്ടർ അസംബ്ലി സെറ്റിലുള്ള വിവിധ ഭാഗങ്ങൾ. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഓഫ് ഫൈബർ ഒപ്റ്റിക് ടെർമിനേഷൻ വിത്ത് കണക്ടേഴ്സ്. ഒരു കണക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഫൈബർ ടെർമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒരു വീഡിയോയുടെ സഹായത്തോടു കൂടെ നമുക്കൊന്ന് പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ചൂസ് ദ റൈറ്റ് കണക്ടേഴ്സ് such as LC, SC, FC, ST or any other types of connector. Then second step, prepare the fiber optic cable for termination. ഈ ടെർമിനേഷൻ ആവശ്യമായിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പ്രിപ്പയർ ചെയ്യും. Then the third step, put the boot on the fiber. ഈ കാണുന്നത് ഒരു കണക്ടർ അസംബ്ലിയാണ്. ഈ കണക്ടർ അസംബ്ലി സെറ്റിലെ ബൂട്ടർ എടുത്ത് ആ ബൂട്ടറിലൂടെ നമ്മുടെ ഫൈബർ ഇൻസേർട്ട് ചെയ്യുക. Then next step, measure 18 mm for stripping. ഇവിടെ ഈ കാണുന്നത് ഈ കണക്ടർ അസംബ്ലി സെറ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു മെഷറിംഗ് കാർഡാണ്. ആ കാർഡിൽ സ്ട്രിപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. 18 mm. ആ 18 mm നമ്മുടെ ഫൈബറിൽ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, സ്ട്രിപ്പ് ദ ഫൈബർ വിത്ത് വയർ സ്ട്രിപ്പർ. ഒരു വയർ സ്ട്രിപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള 18 mm മെഷർമെൻറ്റിൽ ഫൈബർ സ്ട്രിപ്പ് ചെയ്യുക. നെക്സ്റ്റ്, ക്ലീൻ വിത്ത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. സ്ട്രിപ്പ് ചെയ്ത ഭാഗത്ത് ഡസ്റ്റുകളും പ്രൈമറി കോട്ടിങ്ങിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒരു IPS സൊല്യൂഷനും ടിഷ്യൂ പേപ്പറും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. Next step, put the fiber in cleaver holder at 10 mm mark and cleave the fiber. ഒരു ക്ലീവർ ഉപയോഗിച്ച് 10 mm മെഷർമെൻ്റ് എടുത്തിട്ട് വേണം ക്ലീവ് ചെയ്യാൻ. ഇവിടെ ഈ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് കണക്ടർ അസംബ്ലിയുടെ കൂടെ കിട്ടുന്ന മെഷർമെൻ്റ് ചാർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മെഷറിംഗ് കാർഡ് ഉണ്ടാവും. അതല്ലെങ്കിൽ ക്ലീവറിന്മേലുള്ള മെഷർമെൻറ്റ് ടേബിൾ അത് യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ മെഷർമെൻ്റ് എടുക്കാം. 10 mm ആണ് ഇവിടെ ക്ലീവ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ടേഴ്സിനനുസരിച്ചിട്ട് വ്യത്യാസം വരാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, പുട്ട് ദ ഫൈബർ ഇൻ ദ കണക്ടർ ആൻഡ് സ്ക്വീസ് ദ ഹോൾഡർ. നമ്മൾ ക്ലീവ് ചെയ്ത ഫൈബർ ഈ കണക്ടർ അസംബ്ലിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം ക്ലീവ് ചെയ്ത ഭാഗം കണക്ടറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തട്ടി ഡാമേജ് വരാനിടയായാൽ അത് പവർ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബെൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് കാണാൻ പറ്റും നമുക്ക്.
ഈ ബെൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫൈബറിന് കണക്ടറിൽ പ്രോപ്പർ സീറ്റിംഗ് ഉറപ്പുവരുത്താനുള്ളതാണ്. ദെൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ്, സ്ലൈഡ് ദ ബൂട്ട് ആൻഡ് ടൈറ്റ് ടു കംപ്ലീറ്റ് ദ കണക്ഷൻ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ബൂട്ട് ഫൈബറിലൂടെ സ്ലൈഡ് ചെയ്ത് കണക്ടറിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കണക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണക്ടർ ആഡ് ചെയ്തു. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡ് ടെർമിനേഷൻ മെത്തേഡ് അഥവാ സ്പ്ലൈസിങ്. 2 ടൈപ്പ് സ്പ്ലൈസിങ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് മെക്കാനിക്കൽ സ്പ്ലൈസിങ്, മറ്റൊന്ന് ഫ്യൂഷൻ സ്പ്ലൈസിങ്. മെക്കാനിക്കൽ സ്പ്ലൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെക്കാനിക്കൽ സ്പ്ലൈസ് അസംബ്ലി ഉപയോഗിച്ച് 2 ഫൈബറുകളെ പ്രിസൈസ് അലൈൻമെൻറ്റിൽ യോജിപ്പിക്കുന്ന രീതിയാണ്. ഇതൊരു ടെമ്പററി സ്പ്ലൈസിങ് ആണ്. എന്നാൽ ഫ്യൂഷൻ സ്പ്ലൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്യൂഷൻ സ്പ്ലൈസിങ് മെഷീൻ ഉപയോഗിച്ച് 2 ഫൈബറുകളെ ഹീറ്റ് വെൽഡിംഗ് നടത്തി പെർമനൻ്റായി യോജിപ്പിക്കുന്ന രീതിയാണ്. ഇത് ഒരു പെർമനൻ്റ് സ്പ്ലൈസിങ് ആണ്. സ്റ്റെപ്സ് ഓഫ് മെക്കാനിക്കൽ സ്പ്ലൈസിങ്. മെക്കാനിക്കൽ സ്പ്ലൈസിങ്ങിന് ആവശ്യമായ ടൂൾസുകൾ നേരത്തെ നമ്മൾ കണക്ടറൈസേഷന് വേണ്ടി ഉപയോഗിച്ച സെയിം ടൂൾസുകളാണ്. അവിടെ അതിന് പുറമെ ഒരു കണക്ടർ അസംബ്ലി സെറ്റ് ഉണ്ടായിരുന്നു. അതിന് പകരം ഇവിടെ ഒരു മെക്കാനിക്കൽ സ്പ്ലൈസ് അസംബ്ലി ഉണ്ട് എന്ന് മാത്രം. ഇനി എങ്ങനെയാണ് ഒരു മെക്കാനിക്കൽ സ്പ്ലൈസ് നടത്തുന്നത് എന്നത് ഒരു വീഡിയോയുടെ സഹായത്തോടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു 900 ഫൈബർ എടുത്ത് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ സ്ട്രിപ്പ് ചെയ്യുന്നു. ഒരു സ്ട്രിപ്പർ യൂസ് ചെയ്ത് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ സ്ട്രിപ്പ് ചെയ്തു. ശേഷം ഒരു IPA സൊല്യൂഷനും ടിഷ്യൂ പേപ്പറും ഉപയോഗിച്ച് സ്ട്രിപ്പ് ചെയ്ത ഭാഗം ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പ്രിസൈസ് ക്ലീവർ എടുത്ത് അതിൽ 13 mm ലെങ്ത്തിൽ ക്ലീവ് ചെയ്യുന്നു. ഇങ്ങനെ ക്ലീവ് ചെയ്ത ഫൈബർ, ഈ ഫൈബർ എടുത്ത് മെക്കാനിക്കൽ സ്പ്ലൈസ് അസംബ്ലി അതിൻ്റെ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ആം ലോക്ക് ചെയ്യുന്നു. ആ ഫൈബർ ആ മെക്കാനിക്കൽ സ്പ്ലൈസിൽ നിന്നും ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സെക്കൻഡ് ഫൈബറും സെയിം ലെങ്ത്തിൽ, അതായത് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ സ്ട്രിപ്പ് ചെയ്യും. സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം IPA സൊല്യൂഷനും ടിഷ്യൂ പേപ്പറും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും. ശേഷം ക്ലീവർ ഉപയോഗിച്ച് 13 mm ലെങ്ത്തിൽ ഈ സെക്കൻഡ് ഫൈബറും ക്ലീവ് ചെയ്യുക. ഇങ്ങനെ ക്ലീവ് ചെയ്ത സെക്കൻഡ് ഫൈബർ എടുത്തതിന് ശേഷം മെക്കാനിക്കൽ സ്പ്ലൈസ് അസംബ്ലിയുടെ വലതുഭാഗത്ത് ഇൻസേർട്ട് ചെയ്യുക. അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇടതുഭാഗത്തെ ഫൈബറുമായി ടച്ച് ചെയ്യുന്നത് വരെ പുഷ് ചെയ്യണം. ശേഷം ഈ ഫൈബർ ചെറുതായി
ഒന്ന് ബെൻഡ് ചെയ്യണം. രണ്ട് ഫൈബറുകളും മെക്കാനിക്കൽ സ്പ്ലൈസ് അസംബ്ലിക്കുള്ളിൽ പ്രോപ്പർ സീറ്റിംഗ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നത്. രണ്ട് ഫൈബറുകളും പരസ്പരം ടച്ച് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വലതുഭാഗത്തെ ആം ലോക്ക് ചെയ്യും. ഇങ്ങനെ ചെയ്താൽ മിനിമം ലോസിൽ നമുക്ക് സ്പ്ലൈസിങ് നടത്താം. ഇനി രണ്ടാമത്തെ സ്പ്ലൈസിങ് മെത്തേഡാണ് ഫ്യൂഷൻ സ്പ്ലൈസിങ്. ഫ്യൂഷൻ സ്പ്ലൈസിങ്ങിന് ആവശ്യമായ ടൂൾസുകൾ. ഒന്നാമത്തെ ടൂൾസ് എക്യുപ്മെൻറ്റ് സ്പ്ലൈസിങ് മെഷീനാണ്. കൂടാതെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള മെക്കാനിക്കൽ സ്പ്ലൈസിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസുകളും ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു പ്രൊട്ടക്ഷൻ സ്ലീവ് കൂടെ ഇതിന് ആവശ്യമാണ്. ഫ്യൂഷൻ സ്പ്ലൈസിങ്ങിനെ കുറിച്ച് മുമ്പുള്ള ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതിനാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ടെർമിനേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട്സുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. ഒന്നാമത്തത് സിഗ്നൽ ലോസ് ആൻഡ് പുവർ ക്വാളിറ്റി ഡാറ്റ ട്രാൻസ്മിഷൻ. രണ്ടാമത്തത് ഡേർട്ട് ഓർ മോയ്സ്ചർ ക്യാൻ ഗെറ്റ് ഇൻ ടു ദ കേബിൾ. ടെർമിനേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഡേർട്ട് അതുപോലെ മോയ്സ്ചർ എല്ലാം കേബിളിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ദെൻ സ്ട്രെച്ചിങ് ഓഫ് ദ കേബിൾ ക്യാൻ കോസ് ഡാമേജ്. ഫോർത്ത് വൺ ഹൈ ലൈറ്റ് ലോസ് ത്രൂ ഔട്ട് യുവർ നെറ്റ്വർക്ക് റിഡ്യൂസിങ് ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ്. ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് കുറയും, കാരണം ലൈറ്റ് ലോസ് സംഭവിക്കും. Then the last one, reflectance, which causes optical return loss. ഇത്രയുമാണ് ഒപ്റ്റിക്കൽ ഫൈബർ ടെർമിനേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ടെർമിനേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന റിസൾട്ട്സുകളെക്കുറിച്ചും ലോസുകളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വളരെയേറെ കെയറിങ് ആവശ്യമുള്ള ഒരു ഭാഗവും കൂടെയാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. നല്ല ട്രെയിനിങ്ങിലൂടെ മാത്രമേ പ്രോപ്പർ ടെർമിനേഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.